നമസ്കാരം. ഷെയർ മാർക്കറ്റ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദലാൽ സ്ട്രീറ്റിൽ ഇന്ന് വലിയൊരു വീഴ്ചയാണ് നാം കണ്ടത്. സെൻസെക്സിൽ 700 പോയിന്റിന്റെ വൻ തകർച്ച. അമേരിക്കയും ഇറാനും തമ്മിൽ നടന്ന സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടത്, വീണ്ടും കുതിച്ചുയരുന്ന ക്രൂഡ് ഓയിൽ വില, ഇന്ധനങ്ങളുടെ കയറ്റുമതി തീരുവ വർദ്ധിപ്പിച്ച കേന്ദ്ര സർക്കാർ നടപടി, ഒപ്പം NSEയുടെ പുതിയ കോൾ എക്സ്ചേഞ്ച് തുടങ്ങി നിങ്ങളുടെ നിക്ഷേപങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളാണ് നമ്മൾ വിശദമായി പരിശോധിക്കുന്നത്. വിഷയത്തിലേക്ക് കടക്കുന്നതിനു മുൻപ് ഒരു ചെറിയ കാര്യം. വിപണിയിൽ ദിവസേനയുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ഇപ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്നമർത്തുക. അതുകൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് പ്രധാന അപ്ഡേറ്റുകളിലേക്ക് കടക്കാം. ഇന്നത്തെ വാർത്തകളിലേക്ക് കടക്കുന്നതിന് മുൻപായി നിങ്ങൾക്കൊരു ചെറിയ ചോദ്യം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓഹരി വിപണിയായ NSEയെക്കുറിച്ച് നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ട്. എന്താണ് ഈ NSE എന്നതിന്റെ പൂർണ്ണരൂപം? ഓപ്ഷൻ എ ന്യൂ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഓപ്ഷൻ ബി നാഷണൽ സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച്, ഓപ്ഷൻ സി നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഇതിന്റെ ശരിയായ ഉത്തരം അറിയാവുന്നവർ ഇപ്പോൾ തന്നെ താഴെ കമന്റ് ചെയ്യുക. വീഡിയോയുടെ അവസാനം ഇതിന്റെ ഉത്തരം ഞാൻ പറയുന്നതാണ്. ആദ്യമായി ഇന്നത്തെ വിപണിയിലെ വൻ തകർച്ചയെക്കുറിച്ച് തന്നെ സംസാരിക്കാം. വലിയൊരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് ഇന്ന് രാവിലെ നാം കണ്ടത്. സെൻസെക്സ് രാവിലെ പിന്നെയും ഇടിഞ്ഞുവെങ്കിലും പിന്നീടൊരു തിരിച്ചുവരവിന് ശ്രമിച്ചു. അവസാനം 702 പോയിന്റ് താഴെയാണ് സെൻസെക്സ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി 206 പോയിന്റ് താഴെയാണ് ഇന്ന് വ്യാപാരം അവസാനിപ്പിച്ചത്. ഈ പാനിക് സെല്ലിംഗിന് പിന്നിലെ യഥാർത്ഥ കാരണം ആഗോള വിപണിയിൽ നിന്നും വന്ന ഏറ്റവും പുതിയ വാർത്തകളാണ്. മിഡിൽ ഈസ്റ്റിലെ യുദ്ധം അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ അമേരിക്കയും ഇറാനും തമ്മിൽ നടന്ന 21 മണിക്കൂർ നീണ്ട സമാധാന ചർച്ചകൾ പൂർണ്ണമായും പരാജയപ്പെട്ടു. യാതൊരു തീരുമാനവുമില്ലാതെ ചർച്ചകൾ അവസാനിച്ചതോടെ ആഗോള സമ്പദ്വ്യവസ്ഥ വീണ്ടും വലിയൊരു പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. ചർച്ചകൾ പരാജയപ്പെട്ടതിന്റെ ആദ്യ പ്രതിഫലനം ക്രൂഡ് ഓയിൽ വിപണിയിലാണുണ്ടായത്. ഹോർമുസ് കടലിടുക്കിലെ ഉപരോധം തുടരുമെന്ന് ഉറപ്പായതോടെ ബ്രെന്റ് ക്രൂഡ് ഓയിൽ വില വീണ്ടും കുതിച്ചുയരുകയാണ്. ഇത് ഇന്ത്യൻ രൂപയുടെ മൂല്യം വലിയ രീതിയിൽ ഇടിയാൻ കാരണമാകുമെന്നും വിദേശ നിക്ഷേപകർ ഇന്ത്യൻ വിപണിയിൽ നിന്നും പണം പിൻവലിക്കുന്നത് തുടരുമെന്നുമാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. ഇതിനിടയിൽ ആഭ്യന്തര എണ്ണ വിപണിയിൽ വലിയ പ്രത്യാഘാതങ്ങളുണ്ടാക്കുന്ന ഒരു സുപ്രധാന തീരുമാനം കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടിട്ടുണ്ട്. ഡീസൽ, വ്യോമയാന ഇന്ധനം അഥവാ ATF എന്നിവയുടെ കയറ്റുമതി തീരുവ ഗവൺമെന്റ് വർദ്ധിപ്പിച്ചു. ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുന്ന സാഹചര്യത്തിൽ രാജ്യത്തിനകത്ത് ഇന്ധന ലഭ്യത ഉറപ്പാക്കാനാണ് ഈ നീക്കം. എന്നാൽ റിലയൻസ് ഇൻഡസ്ട്രീസ്, ONGC തുടങ്ങിയ ഓയിൽ റിഫൈനിംഗ് കമ്പനികളുടെ ലാഭക്ഷമതയെ ഇത് നെഗറ്റീവായി ബാധിക്കും. ഇനി കോർപ്പറേറ്റ് ലോകത്തു നിന്നും വന്നിട്ടുള്ള ഒരു ഏറ്റെടുക്കൽ വാർത്ത നോക്കാം. അന്തരിച്ച പ്രമുഖ നിക്ഷേപകൻ രാകേഷ് ജുൻജുൻവാലയുടെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന IKS ഹെൽത്ത് കെയർ അമേരിക്ക ആസ്ഥാനമായുള്ള ട്രൂ ബ്രിഡ്ജിനെ ഏറ്റെടുക്കാൻ ഒരുങ്ങുകയാണ്. $600 മില്യൺ, അതായത് ഏകദേശം 5000 കോടി രൂപയുടെ ഈ വമ്പൻ ഡീൽ ഹെൽത്ത് കെയർ ടെക്നോളജി രംഗത്തെ വലിയൊരു കുതിച്ചുതാട്ടമാണ്. അവസാനമായി നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്നും ഒരു വാർത്തയുണ്ട്. കമ്മോഡിറ്റി മാർക്കറ്റിൽ ഒരു സബ്സിഡിയറി തുടങ്ങാൻ NSEക്ക് സർക്കാരിന്റെ അംഗീകാരം ലഭിച്ചിരിക്കുകയാണ്. നാഷണൽ കോൾ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ എന്ന പേരിലായിരിക്കും ഈ പുതിയ എക്സ്ചേഞ്ച് അറിയപ്പെടുക. ഇന്ത്യയിലെ കൽക്കരി വ്യാപാരം സുതാര്യമാക്കാനും വില നിർണ്ണയം കൂടുതൽ എളുപ്പമാക്കാനും ഈ പുതിയ എക്സ്ചേഞ്ച് സഹായിക്കും. ഇന്നത്തെ പ്രധാന അപ്ഡേറ്റുകൾ ഇവയാണ്. ഇനി ഇന്നത്തെ നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരം നോക്കാം. NSEയുടെ പൂർണ്ണരൂപം ഓപ്ഷൻ സി ആയ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നാണ്. ശരിയുത്തരം കമന്റ് ചെയ്ത എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. സമാധാന ചർച്ചകൾ പരാജയപ്പെട്ട സാഹചര്യത്തിൽ വിപണി അടുത്ത ട്രേഡിംഗ് ദിവസവും ഇടിയുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? താഴെ കമന്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.